മനസാക്ഷിയുള്ള മനുഷ്യരെ. മനസാക്ഷിയുള്ള മനുഷ്യരെ എന്ന അഭിസംബോധന ഒരർത്ഥത്തിൽ തെറ്റാണ്. പക്ഷേ വിഷയത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനസാക്ഷിയാണ്. മനസാക്ഷിയില്ലാത്തവൻ മനുഷ്യനല്ല. ഇപ്പം ആരെങ്കിലും ചോദിക്കുമായിരിക്കും, എന്താണ് ഈ മനസാക്ഷി? മനുഷ്യൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനുണ്ടാകുന്ന ഒരു ഉൾപ്രേരണയാണത്. അതിന് വിപരീതമായിട്ടുള്ളത് വരുമ്പോൾ അത് വേണ്ടെന്ന് പറയാനും, മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനെ സഹായിക്കാനും മനുഷ്യ സമൂഹത്തെ സമഗ്രമായിട്ട് വളർത്താനും ഉണ്ടാകുന്ന സൽ പ്രേരണകളാണ്, അല്ലെങ്കിൽ നിശബ്ദതയിൽ ഉണ്ടാകുന്ന ശബ്ദമാണ് മനസാക്ഷി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മനസാക്ഷി എന്ന് പറയുമ്പോൾ മൂല്യങ്ങളുള്ള മനുഷ്യൻ, മൂല്യബോധമുള്ള മനുഷ്യൻ. എന്താണ് മൂല്യബോധം? മനുഷ്യൻ അവൻ അർഹിക്കുന്ന നന്മ ചെയ്തു കൊടുക്കുക, അവനോട് നീതി കാണിക്കുക. കർത്താവിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ബൈബിളിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോട് പെരുമാറണം. മൂല്യബോധമില്ലാത്തവൻ മനുഷ്യനല്ല, മൂല്യബോധമില്ലാത്തവൻ മനസാക്ഷിയുള്ളവനുമല്ല. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി മനുഷ്യ മതത്തിൽപ്പെട്ടവരാണ്. എന്താണ് മനുഷ്യമതം എന്ന് പറയുമ്പോൾ? മനുഷ്യന് നന്മ മാത്രം ചെയ്യാൻ തയ്യാറാകുന്ന മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ള ഒരു സമൂഹം. മതം എന്ന് പറഞ്ഞാൽ സ്വർഗം നരകം എന്ന യാഥാർത്ഥ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്വർഗത്തിലെത്താനും നരകത്തിൽ പോകാതിരിക്കുവാനും വേണ്ടി സ്വർഗവും നരകവും ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മനുഷ്യനെ നന്മ മാത്രം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി, അതാണ് മതം എന്ന് പറയുന്നത്. സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ഇതിനപ്പുറം ഒരു പരാശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു ഈശ്വരനുണ്ട് എന്ന വിശ്വാസവും അവിടെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ദൈവമില്ല എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കും, നിനക്ക് നീതിബോധമുണ്ടോ? നന്മ ചെയ്യുന്നവന് സമ്മാനം കൊടുക്കണമെന്നും തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണമെന്നുള്ളതായ ബോധം നിനക്കുണ്ടോ? ആ നീതിബോധം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ലോക ജീവിതത്തിനപ്പുറം നന്മയ്ക്ക് സമ്മാനവും തിന്മയ്ക്ക് ശിക്ഷയും ഉണ്ടെന്നുള്ളതായ ആ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് നിനക്ക് നീതിബോധമുള്ളത്. അപ്പോൾ നിനക്ക് നീതിബോധമുണ്ടെങ്കിൽ നീ ദൈവവിശ്വാസിയാണ്. ദൈവമില്ല എന്ന് നിനക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു മതത്തിലെ അംഗമാകണമെന്നുള്ളത് സ്വാഭാവികമായ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ ഇനി അടുത്ത ചോദ്യം, എങ്ങനെ ഒരു മതം ശരിയാണോ തെറ്റാണോ എന്ന് വിധിക്കാനായിട്ട് സാധിക്കും? അതിന് ഞാൻ പറയും, ആ മതത്തിൻ്റെ പ്രധാനപ്പെട്ട മതഗ്രന്ഥം നമ്മൾ നോക്കണം. ഹൈന്ദവരെ സംബന്ധിച്ച് മഹാഭാരതവും രാമായണവും ഉപനിഷത്തുകളും നമ്മൾ നോക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ച് ഖുർആൻ നമ്മൾ നോക്കണം. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ബൈബിള് നമ്മൾ നോക്കണം. അതുപോലെ ഓരോ മതത്തിൻ്റെയും ചരിത്രം നോക്കണം. എങ്ങനെയാണ് ഈ മതം ചരിത്രത്തിൽ വളർന്നു വന്നിട്ടുള്ളത് എന്ന് നോക്കണം. അതുപോലെ ഈ മതത്തിലെ പല വ്യക്തികളും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഔദ്യോഗികമായ പ്രധാനപ്പെട്ടതായ സന്ദേശം എന്താണ്, പ്രധാനപ്പെട്ടതായ പ്രബോധനം ഏതാണ്, അത് നോക്കണം. അതുപോലെ തന്നെ എല്ലാ മതത്തിലും മാതൃകാപരമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവരെ പ്രവാചകന്മാരെന്ന് പൊതുവെ പറയാനായിട്ട് സാധിക്കും. അവരെ പുണ്യാത്മാക്കളെന്നും വിശുദ്ധരെന്നും പറയാനായിട്ട് സാധിക്കും. അവരുടെ ചരിത്രവും കൂടി നോക്കണം. കാരണം അവർ ആ മതത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ചേർത്ത് വെച്ച് എത്രമാത്രം മനുഷ്യന് നന്മ ചെയ്യുന്ന ഒരു സമൂഹമാണ് എൻ്റെ മതം എന്നുള്ളത് ഞാൻ വിലയിരുത്തണം. ഇതിലപ്പുറം കടന്നുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് മതസ്ഥാപകനെക്കുറിച്ചോ മതഗ്രന്ഥത്തെക്കുറിച്ചോ മതത്തിൻ്റെ ഔദ്യോഗികമായ പഠനത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശാസ്ത്രത്തിൻ്റെ തെളിവുകളെ അംഗീകരിക്കാതിരിക്കുന്നത് മനുഷ്യത്വമല്ല. മനസാക്ഷി ഉണ്ടെങ്കിൽ, മനസാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ, ഏതെങ്കിലും ഒരു മതത്തിലെ അംഗമാണെങ്കിൽ, അവശ്യം
ശാസ്ത്രത്തിന്റെ തെളിവുകളെ അവൻ അംഗീകരിച്ചേ മതിയാവും. എങ്കിൽ ഈശോ മാത്രമാണ് ദൈവമെന്ന് ഞാൻ പറഞ്ഞു. അത് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതുകൊണ്ടോ ചരിത്രരേഖകളുടെ വെളിച്ചത്തിലോ ഈശോയെ, ക്രിസ്തുവിനെ അനുകരിച്ച പ്രവാചകരെ പോലെയുള്ള, ഫ്രാൻസിസ് അസിസി പോലെയുള്ള വലിയ വ്യക്തികളെ ഓർത്തിട്ടോ അതൊക്കെ മാറ്റിവെച്ചിട്ട് എന്നെ സംബന്ധിച്ച് ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയ്ക്ക് ഞാൻ പറയും, ഈശോ മാത്രമാണ് സത്യദൈവം. കാരണം ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ 4 കാര്യങ്ങൾ മനസ്സിലാക്കണം. ശാസ്ത്രത്തിന്റെ തെളിവുകൾ എന്ന് പറയും. ഒന്നാമതായിട്ട് ഈശോയെ സംസ്കരിച്ച ആ കല്ലറ, അത് ശൂന്യമായ കല്ലറയാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. എത്ര പേർക്കറിയാം? 2016 ശാസ്ത്രജ്ഞന്മാര് ഈശോയെ സംസ്കരിച്ച കല്ലറ തുറന്നപ്പോൾ അവിടെ വലിയൊരു പ്രകാശമുണ്ടായി. ആ പ്രകാശത്തിൻ്റെ അളവ് എത്രയാണെന്ന് അളക്കാൻ പോലും ഇന്നത്തെ ശാസ്ത്രീയ ഉപകരണങ്ങൾക്ക് സാധിച്ചില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത് കഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അവിടെ വലിയ സുഗന്ധമുണ്ടായി. ആ കല്ലറയിൽ ഒന്നും തന്നെയില്ലായിരുന്നു. അത് ശൂന്യമായ കല്ലറ തന്നെ. അപ്പോൾ ശൂന്യമായ കല്ലറ എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. രണ്ടാമതായിട്ട് ഈശോ മിശിഹായുടെ ശരീരം പൊതിഞ്ഞ കച്ച, ആ കച്ചയിൽ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അടയാളങ്ങളുണ്ട്. പീഡാനുഭവത്തിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ അവനേറ്റ ചമ്മട്ടിയടികളുടെ അടയാളങ്ങളും ആണിപ്പഴുതുകളും എല്ലാം അതിൽ കാണാനായിട്ട് സാധിക്കും. അവൻ്റെ മരണത്തിൻ്റെതാണ്. കാരണം ശരീരം പൊതിഞ്ഞ കച്ചയാണത്, മൃതശരീരം പൊതിഞ്ഞ കച്ചയാണ്. അതുകൊണ്ട് മരണം ഉറപ്പല്ലേ. മാത്രമല്ല, പീഡാനുഭവങ്ങളെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത്രയും പീഡ സഹിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിച്ചിരിക്കാൻ സാധിക്കും? അപ്പോൾ അത് പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും തെളിവാണ്. അതിലപ്പുറം കടന്നുകൊണ്ട് ആ കച്ചയിൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അടയാളങ്ങൾ പ്രത്യേകമായിട്ട് പതിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് പതിഞ്ഞിട്ടുള്ളത്? ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയും, ഒരു വലിയ പ്രകാശം അവിടെ ഉണ്ടായി. ആ പ്രകാശത്തിലാണ് അവിടെ അത് പതിഞ്ഞിട്ടുള്ളത്. ഒരു കലാകാരനോ ഒരു തരത്തിലും അത് അങ്ങനെ വരയ്ക്കാനോ ആയിട്ട് സാധിക്കില്ല എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ പോലും നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ ഇന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം പൊതിഞ്ഞ കച്ച അവൻ ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവാണ്. മൂന്നാമതായി, ജെറുസലേമിൽ എല്ലാ പുതു ഞായറാഴ്ചയിലും എന്ന് പറഞ്ഞാൽ കത്തോലിക്കര് ഉത്ഥാനം ആഘോഷിച്ച് തുടർന്നു വരുന്ന ഞായറാഴ്ച, ആ ഞായറാഴ്ചയിലാണ് ഓർത്തഡോക്സ് സമൂഹങ്ങൾ, വിശ്വാസികൾ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. അന്ന് ജെറുസലേമിൽ ഈശോയെ അടക്കിയ ആ സ്ഥലത്ത് അത്ഭുതകരമായ ഒരു പ്രകാശമുണ്ടാകുന്നുണ്ട്. ദി ഫയർ ഇൻ ജെറുസലേം, പ്രകാശമല്ല, തീ, അഗ്നിയാണ്. ഫയർ ഇൻ ജെറുസലേം എന്ന് നമ്മൾ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. എല്ലാ വർഷവും ആ ദിവസം ജനം അവിടെ തിങ്ങിക്കൂടും, വലിയ വലിയ മെഴുകുതിരികളുമായിട്ട്. അവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ പെട്ടെന്ന് പ്രധാന പുരോഹിതന്റെ മെഴുകുതിരിയിൽ വലിയൊരു അഗ്നി വരുന്നു. ആ മെഴുകുതിരി അവിടെ കത്തുകയാണ്. തുടർന്ന് എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള എല്ലാ മെഴുകുതിരികളും കത്തിച്ചു പിടിക്കും. ശ്രദ്ധിക്കണം, വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ജനം കൂടി നിൽക്കുന്ന ആ സ്ഥലത്ത് എല്ലാവരുടെയും കയ്യിൽ മെഴുകുതിരികളുടെ അഗ്നിഗോളങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നില്ല. പല വീഡിയോയിലും പല വർഷങ്ങളിലും കാണാനായിട്ട് സാധിക്കും. ആ മെഴുകുതിരി കൊണ്ട് താടിയിന്മേലും വൈന്മേലും തീ കൊള്ളിക്കുമ്പോൾ അവിടെ പൊള്ളലുണ്ടാകുന്നില്ല, താടി കത്തുന്നില്ല. അതെ, ദ ഫയർ ഇൻ ജെറുസലേം. എല്ലാ വർഷവും ശാസ്ത്രജ്ഞന്മാര് ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണോ എന്നും കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ സാധിച്ചിട്ടില്ല. അന്വേഷിക്കുക, ഈ സത്യം കണ്ടെത്താനായിട്ട് സാധിക്കും. നാലാമതായി, ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്, ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഇന്ന് ധാരാളം വ്യക്തികൾക്ക് വധിക്കപ്പെട്ടതിന് ശേഷം, ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ വധിക്കപ്പെട്ടതിന് ശേഷം
പ്രത്യക്ഷപ്പെടുകയും അവർക്ക് വീണ്ടും ജീവൻ നൽകപ്പെടുകയും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത് അങ്ങനെ ഉത്തിതനെ കണ്ടുമുട്ടിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ. പക്ഷേ അതൊരു ശാസ്ത്രീയമായ യാഥാർത്ഥ്യമായിട്ട് മുഴുവനും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതങ്ങ് മാറ്റിവെച്ചിട്ട് ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ. എല്ലാ നൂറ്റാണ്ടുകളിലും എന്ന് പറയാം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പലയിടത്തും പരിശുദ്ധ കുർബാനയിലെ രൂപാന്തരപ്പെട്ട അപ്പവും മീനും ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ആ ശാസ്ത്രീയമായ പഠനങ്ങളിലെല്ലാം കാണുന്നത് ക്രിസ്തുവിൻ്റെ അതേ മാംസരക്തങ്ങൾ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ അതേ മാംസരക്തങ്ങളാണെന്ന് പറയാൻ കാരണം പച്ചയിൽ കണ്ട ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ മാംസം കഠിനമായിട്ട് പീഡ അനുഭവിച്ച മരിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൻ്റെ മാംസമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ മാംസത്തിലും ആ രക്തത്തിലും പുരുഷന്റെ അംശമില്ല എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതെ, അവൻ കന്യകയിൽ ജനിച്ചവനാണ്. എല്ലാറ്റിലും ഉപരിയായി എന്ന് ഞാൻ പറയും. 13 വർഷങ്ങൾക്ക് മുമ്പ് തലശ്ശേരി അതിരൂപതയിലെ വിളക്കുന്നൂർ എന്ന ഗ്രാമത്തിലെ ഒരു പുരോഹിതൻ ബലിയർപ്പിച്ചപ്പോൾ ആ തിരുവോസ്തിയിൽ കർത്താവിൻ്റെ മുഖം തെളിഞ്ഞു. ആ മുഖം മനോഹരമല്ല, സുന്ദരമല്ല, ശരിയാണ്. പക്ഷേ 13 വർഷമായിട്ടും അത് അപ്രത്യക്ഷമായിട്ടില്ല. അത് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു കടലാസ് കനത്തിലുള്ള ഈ ഗോതമ്പപ്പത്തിലെ അല്പം വെള്ളം വീണാൽ അത് കേടാവും. പക്ഷെ അതൊന്നും കേടാകാതിരിക്കുന്നു. ആ തിരുമുഖം അവിടെ ദർശിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ശാസ്ത്രത്തോട് തുറവിയുള്ള മനസ്സാക്ഷിയുള്ള ഏതൊരു വ്യക്തിയും അംഗീകരിച്ചേ മതിയാവും. എന്താണ്? ക്രിസ്തു മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ദൈവമെന്നും അവൻ ഇന്നും വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവെന്നും പത്രോസ്ലിഹായ്ക്കും പൗലോസ്ലിഹായ്ക്കും ഒക്കെ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവെന്നും അവൻ ഇന്നും പരിശുദ്ധ കുർബാനയിലൂടെ തിരുവോസ്തിയിൽ മാംസരക്തങ്ങളായിട്ടും വ്യക്തിയായിട്ടും ജീവിക്കുന്നുവെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തോട് തുറവിയുള്ള മനുഷ്യരാകുവാൻ, മനസ്സാക്ഷിയുള്ള മനുഷ്യരാകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും, ചോദിക്കുവിൻ, നൽകപ്പെടും. അതെ, ഈ സത്യത്തിനു വേണ്ടി അന്വേഷിക്കുവാൻ, മുട്ടുവാൻ, ചോദിക്കുവാൻ സാധിക്കട്ടെ. അവൻ വെളിപ്പെടുത്തി തരും. ശാസ്ത്രത്തോട് തുറവിയുള്ള നല്ല മനുഷ്യരായിക്കൊണ്ട് മനുഷ്യന് സമഗ്രമായ, സമൂഹത്തിന് സമഗ്രമായ നന്മ ചെയ്യുന്ന യഥാർത്ഥത്തിലുള്ള സത്യമതത്തിൽ അംഗങ്ങളാകുവാനും എല്ലാവർക്കും സാധിക്കട്ടെ.